എല്ലാം ആയില്ലേ നമ്മള്. ആ പക്ഷെ വേറൊന്നുമില്ല, നമ്മൾ എന്ത് ഉണ്ടാക്കിയെടുത്തോ, നമ്മൾ എന്താ പ്രവർത്തിക്കുന്നതിന്റെ ഫലം കിട്ടും. നിങ്ങൾ ജോലി ചെയ്താൽ അതിന് കൂലി കിട്ടും അല്ലേ? നിങ്ങൾ ജോലി ചെയ്യാതെ നടന്ന് കണ്ട ആളുകളെ പിന്നാലെ ആത്മീയതയാണെന്ന് പറഞ്ഞ് നടന്ന് ജോലി ചെയ്തില്ല, നിങ്ങളെ ബിസിനസ്സും അതും ഇതൊക്കെ മറ്റുള്ളവർ പണിയെടുത്ത് അവർ കൊണ്ടുപോയി. അപ്പം നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. അള്ളാഹുവിലേക്കായാലും നമ്മൾ ജോലി ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും, ദുനിയാവിലേക്കായാലും നമ്മൾ ജോലി ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും. ജോലി ചെയ്യാതെ ഇരുന്നാൽ രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹുവിനെയും ബാക്കിയും മറ്റേ ആത്മീയത, അല്ലഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. പിന്നെ അതിലൂടെ ഏതിനെ കീഴടക്കുന്നോ അങ്ങനെ സംഭവിക്കും. ആത്മീയത അള്ളാഹുവും റസൂലും ആണ് മുന്തി വളർന്ന് വലുതാവുന്നെങ്കിൽ അത് കിട്ടും. അല്ല ബാഹ്യമാണ് വളർന്ന് വലുതാവുന്നെങ്കിൽ നിങ്ങൾ ബാഹ്യത്തിലാവും. അള്ളാഹുവിനെ അള്ളാഹു കുറയും ചെയ്യും. അപ്പൊ ഏത് കൂടുന്നോ അത് വന്ന് കീഴടക്കും. നിങ്ങൾ എന്താ വേണ്ടി ചോദിച്ചത്? നമ്മൾ രണ്ടും കൊണ്ടുപോയാൽ മതിയോ? രണ്ടും ഒരുമിച്ചിപ്പം കൊണ്ടുപോയാൽ മതി. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ബാധ്യത വലുതാവൂലേ? അപ്പം പിന്നെ ഇത് ഓലെ തലയിലിച്ചു കൊടുക്കുക ദുനിയാവ്. നമുക്ക് അതിൽ മാറിയാലേ നമുക്ക് അള്ളാഹുലേക്ക് മാറാം. അതുവരെ നമ്മൾ വണ്ടി ഓടിച്ചേ പറ്റൂ, അല്ലാതെ അള്ളാഹുവിന് ഇപ്പം ഇരിക്കണ്ടല്ലേ. അള്ളാഹുവിനിപ്പം ഫുള്ളാരും മുഴിയാൽ പലവരും ഉണ്ട് ഇവിടെ. മക്കാമുകളും മറ്റേ അവിടെയും ഷേഖിൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തും പോയിട്ട് വീട് ഭാര്യയും കുട്ടികളും ഒക്കെ പട്ടിനും വിഷമവും കഷ്ടപ്പെട്ടു തെണ്ടിയിട്ട് വിഷമിക്കുന്നത്. അവർക്ക് ദുനിയാവുമില്ല ആക്രവുമില്ല. അവർ ചിലപ്പോൾ മക്കാമുകൾ തെണ്ടി കുറേ ബാണ്ടവും തുണിയും കുപ്പായൻ്റെ ബാഗും ബാണ്ടും താടിയും മുടിയും പിന്നെ പല മൂതരും മാലയും കോട്ടും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കാണാം. ഞാൻ അവരോടെല്ലാം സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. ആന്തരികമായി യാതൊരു അറിവുമില്ല. പുറത്തെ ആള് പറയുന്ന സംസാരമല്ലാതെ ഒന്നും അറിയുന്നില്ല. പിച്ചും പറയും. അപ്പോ ദുനിയാവും ഇല്ല, ദുനിയാവിനെ ഉപേക്ഷിച്ച് അള്ളാഹുവിനെ കിട്ടിയിട്ടുമില്ല. അതാ ദുനിയാവും ആക്രമില്ല. ഈ തല ഉണ്ടാവില്ല മക്കളെ. നിങ്ങൾ രണ്ടും ഒരുമിച്ച് നിങ്ങൾക്കിതാ ഈ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ അർദ്ധനാരീശ്വരനായ ശിവം ആദിയിൽ പോയി, ഉത്ഭവത്തിൽ പോയി, ആദ്യ പ്രകാശത്തിൽ ജ്യോതിയിൽ നൂറിലായിൽ പോയി. അതിൽ നിന്നാണ് ഉത്ഭവം പ്രപഞ്ചത്തിന്റെ. അതിൽ കൊണ്ടേ രൂപാന്തരപ്പെടുത്തിയ അർദ്ധനാരീശ്വരനായ ശിവനും ഇലാഹുമായി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് ആ ദൈവസ്വരൂപത്തെ കാണിച്ചു തരികയും ആ ഇലാഹും ശിവനുമായ ദൈവസ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക്, അർദ്ധനാരിയ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി, ആ പ്രകാശം ബീജമായി വന്നുകൊണ്ട് ആ ശിവൻ പുനർജനിച്ചുള്ള ശിവ അവതാരവും ആ ഇലാഹ് പുനർജനിച്ചില്ല ഇല്ലല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളയും ആയി രൂപാന്തരപ്പെട്ട് കൊണ്ടുവന്ന് അത് നാം തന്നെയാണെന്ന് കാണിച്ചു തന്ന ഇതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ. ഇതാണ് മിഹ്റാജ്. ഇതാ ദൈവത്തിലൂടെ സഞ്ചരിക്കുക. നിങ്ങൾ ഇതിലൂടെ ദിവസം 1-2 മണിക്കൂർ ധ്യാനത്തിൽ മുഴുകുകയും പകല് മുഴുവനും കുട്ടികളെ പോറ്റുന്ന പണിയെടുക്കുകയും ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് അത് മുളച്ച് വളർന്ന് അങ്ങനെ ദൃഢമാവുന്നതോട് കൂടി നിങ്ങൾക്ക് ദൈവത്തിലും പോവാം. ഇവിടെ കുട്ടികൾ വളർന്ന് വലുതായി പക്വത നേടുന്നതോട് കൂടി കുട്ടികൾ ബാഹ്യ കുട്ടികൾ കൊണ്ടുപോകും, നമുക്ക് ദൈവത്തിലേക്കും പോവാം. ഈ വഴിത്തിരിവ് ആവുന്നവരെ നമ്മളിവിടെ ജോലി ചെയ്താൽ പറ്റും. ഓക്കെ, അപ്പോൾ ഭാഗ്യം പെടല്ലേ, ജോലിയിൽ വ്യാപൃതരാകും എല്ലാ വിഷയത്തിലും. എന്നാൽ ശരി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുവരെ ഒരു അടിസ്ഥാനമായ ഗുരു
രക്ഷിതാവില്ലായിരുന്നു, അതെ ഇപ്പൊ ഉണ്ട്. അതിപ്പോൾ ഉണ്ട്. രക്ഷിതാവ് എല്ലാം നിർദ്ദേശിച്ച് ഓരോ ജോലിയും ഓരോ ആത്മീയതയും എങ്ങനെ കൊണ്ടുപോകണമെന്ന് എല്ലാം നിയന്ത്രിച്ച് തരണം. ഇപ്പം മുതലാളിയുണ്ട്. അതെ ഇതുവരെ മുതലാളി ഇല്ലായിരുന്നു നിങ്ങൾക്ക്. ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ തോന്നിയ മാസം പ്രവർത്തിക്കായിരുന്നു. അതെ തോന്നിയ പോലെ നോക്കാതെ ശ്രദ്ധിക്കാണ്ടും. അതെ അതെ, അതുകൊണ്ട് കച്ചവടമൊക്കെ മറ്റേ നഷ്ടത്തിലാക്കി. അതെ അപ്പോൾ എന്നാൽ ശരി, ഓക്കെ. ശരി ബാബാ, ശരി ബാബാ. അങ്ങനെ വിജയിച്ച് വരണം കേട്ടോ. ഇൻഷാല്ലാ ഇൻഷാല്ലാ ബാബാ. ദുനിയാവും ആക്രവും ഒരുമിച്ച് കിട്ടണം, രണ്ടും കിട്ടണം. രണ്ടും കിട്ടണം. ഇൻഷാല്ലാ.